പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7016644226 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഷൊർണൂർ കുളപ്പുള്ളിയിൽ കിണർ വെള്ളം മലിനപ്പെടുത്തിയതായി പരാതി. വെള്ളത്തിന് നിറമാറ്റവും ദുർഗന്ധവുമെന്ന് വീട്ടുകാർ. ആശങ്കയോടെ പ്രദേശവാസികൾ. ഷൊർണൂർ കുളപ്പള്ളി ആലിൻചുവടിന് സമീപത്തുള്ള ഗുരുവായൂരപ്പൻ നഗറിലെ 3 വീടുകളിലെ കുടിവെള്ള സ്രോതസ് മലിനപ്പെടുന്നതായി പരാതി. വീടുകളിലെ കിണറുകളിലെ വെള്ളം നിറം മാറുകയും കടുത്ത ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതായാണ് വീട്ടുകാർ പറയുന്നത്. ഇതോടെ നിലവിൽ ഈ കിണറുകളിലെ വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് നഗരസഭാ കൌൺസിലർ സി സന്ധ്യ സ്ഥലത്തെത്തി ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം വന്നതിനു ശേഷം മാത്രമേ വെള്ളത്തിന്റെ നിറമാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ സമീപത്തെ ഓഡിറ്റോറിയത്തിലെ അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ് കിണറുകളിലേക്ക് മലിനജലം ഇറങ്ങാൻ കാരണമായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിലവിൽ 3 വീടുകളിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് സമീപത്തെ മറ്റു കിണറുകളിലേക്കും വ്യാപിക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. മഴക്കാലം കൂടി എത്തുന്നതിനാൽ പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്കയും ശക്തമാണ്. അതിനാൽ പരിശോധനാ റിപ്പോർട്ട് വേഗത്തിൽ ലഭ്യമാക്കി എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലിൻചുവട് ഗുരുവായൂരപ്പൻ നഗർ നിവാസികൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നമാണ് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചുവെങ്കിലും അശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ ടാങ്കുകളെല്ലാം നിർമ്മിച്ച കാരണം അതിൽ നിന്ന് വൻതോതിൽ ലീക്കുകൾ ഉണ്ടാവുകയും സമീപ കിണറുകളിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങളുടെ മാലിന്യവും എണ്ണ, ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന എണ്ണ തുടങ്ങിയ മാലിന്യങ്ങൾ കുടിവെള്ളത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വർഷങ്ങളായി സംഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. ഇതിപ്പോൾ അതിരൂക്ഷമായിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെ എല്ലാ കിണറുകളിലും ഈ മാലിന്യം എത്തിച്ചേർന്ന് വളരെ ദുഷ്കരമായ രീതിയിൽ ജീവിക്കാനും കഴിയാത്ത രീതിയിൽ വെള്ളത്തിന് അതിരൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തു. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പാലക്കാട് അധികാരിയെ സമീപിച്ചുവെങ്കിലും അവർ വന്ന് അന്വേഷണം നടത്തിയിട്ട് എന്താണ് നിർദ്ദേശം നൽകിയതെന്ന് പോലും പരാതിക്കാരെ അറിയിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചപ്പോൾ അവർ അപ്പോൾ തന്നെ വന്ന സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ കൗൺസിലർ സി സന്ധ്യയുടെ നേതൃത്വത്തിലെത്തി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇതിന് കോടതി മുഖേന പരിഹാരം കാണേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.